കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇരട്ടാക്കത്തിൽ ബിജെപിക്ക് വോട്ട് വിഹിതം നൽകിയില്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് ഇരട്ടാക്കത്തിൽ സീറ്റായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല കേന്ദ്ര സർക്കാർ കേരളത്തെ കാണുന്നത്. കേരളത്തോട് കേന്ദ്രം അവഗണന കാട്ടിയിട്ടില്ല. ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തുമെന്നും അതാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പൂഞ്ഞാർ മുൻ MLA PC ജോർജിന്റെ കേരള ജനപക്ഷം പാർട്ടി ചടങ്ങിൽ ബിജെപിയിൽ ലയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയില്ലാതിരുന്നിട്ടും കേന്ദ്രം കേരളത്തിന് മുന്തിയ പരിഗണന നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബിജെപി കേരളത്തെയോ മറ്റു സംസ്ഥാനങ്ങളെയോ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ടിട്ടില്ല. ബിജെപി ദുർബലമായിരുന്ന കാലത്തും കേരളത്തെ ശക്തിപ്പെടുത്തുന്നതിൽ പാർട്ടി പങ്കാളികളായിരുന്നു. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന പരിഗണന കേരളത്തിനും കിട്ടുന്നു എന്നുറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. 2024 തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെന്ന് കാര്യം പ്രതിപക്ഷം ഉറപ്പാക്കിയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരാജയം മുന്നിൽ കണ്ട് അവർക്ക് സമനില തെറ്റി. കേരളം ഇത്തവണ NDAക്ക് പിന്തുണ നൽകും. 2024 തിരഞ്ഞെടുപ്പ് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തിരഞ്ഞെടുപ്പായി മാറും. മോദിയുടെ മൂന്നാം സർക്കാർ വരുമെന്ന ചർച്ചകൾ രാജ്യത്ത് നടക്കുന്നു. ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയിൽ നിന്ന് മുകളിലെത്തിച്ചു. ഇനിയും ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുന്നോട്ടുപോകലിന് ഊന്നൽ നൽകും. സാധാരണക്കാരായ കുട്ടികൾക്ക് പുതുവഴി തുറക്കും. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിൽ നൽകും. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. 50 ലക്ഷം മുദ്ര ലോണുകൾ കേന്ദ്ര സർക്കാർ കേരളത്തിൽ നൽകി. സ്ത്രീകൾക്കാണ് ഈ ലോൺ കൂടുതലും പ്രയോജനപ്പെട്ടത്. കേരളത്തിന്റെ വികസനത്തിന് BJP എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് മുന്നണി നാടിനെ പതിറ്റാണ്ടുകളായി ഒറ്റ കുടുംബത്തിനായി അടിയറവ് വെച്ചു. കുടുംബത്തിന്റെ താൽപര്യമായിരുന്നു ജനങ്ങളുടെ താൽപര്യത്തെക്കാൾ കോൺഗ്രസിന് വലുത്. കോൺഗ്രസിന്റെ കുടുംബാധിപത്യ മാർഗങ്ങളിലാണ് CPM നീങ്ങുന്നത്. കേരളം വിട്ടാൽ കോൺഗ്രസും CPM അടുത്ത സുഹൃത്തുക്കളാണ്. തിരുവനന്തപുരത്ത് പറയുന്ന ഭാഷയും രീതികളുമല്ല ഡൽഹിയിലെത്തിയാൽ അതിന് കേരളത്തിലെ ജനങ്ങൾ മറുപടി നൽകും. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരളത്തെ അഴിമതിയുടെയും അക്രമത്തിന്റെയും നാടാക്കി. എങ്ങനെ ആളുകളെ തമ്മിലടുപ്പിച്ച് രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കാമെന്നാണ് ഇരു മുന്നണികളും നോക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ഓരോ തവണ കേരളത്തിൽ വരുമ്പോഴും അദ്ദേഹത്തിന് അനുകൂലമായി ജനങ്ങളുടെ മനസ്സ് മാറുകയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇടതു വലതു രാഷ്ട്രീയം കേരളത്തിൽ അവസാനിക്കുകയാണ്. മോദിയുടെ വികസന രാഷ്ട്രീയമാണ് കേരളത്തിൽ ജയിക്കാൻ പോകുന്നത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് കേരളം ചർച്ച ചെയ്യുന്നത്. മാസപ്പടിക്കാരുടെ കയ്യിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയൂ എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു.